പിണറായി വിജയൻ്റെ അടുത്ത കളി ആരംഭിച്ചിരിക്കുകയാണ്. ഹിന്ദു പ്രീണനം ഏൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മാറി മാറി മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അല്പം ക്രൈസ്തവ പ്രേമവും നടത്തി. എല്ലാം ഫലം കണ്ടു എങ്കിലും പക്ഷേ ഇനി അടുത്ത കളി നടക്കില്ല എന്നുള്ളതാണ്. അടുത്ത കളി എന്താണെന്ന് ഈ ഈഴവ വോട്ടുകൾ മുഴുവനായിട്ട് BJPയിലേക്ക് ഒഴുകി എന്ന് CPM മനസ്സിലാക്കി. ആ ഈഴവ വോട്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നെട്ടോട്ടമാണ് നടത്തുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 2026 വീണ്ടും തുടർഭരണം ഒരു പ്രയാസവും കൂടാതെ നടക്കും എന്നാണ് പിണറായി കണക്ക് കൂട്ടുന്നത്. എന്തായാലും ആ അരി വേവാൻ പോകുന്നില്ല എന്നുള്ളത് നന്നായിട്ടിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അറിയാം. അവരതിന് പകരം വീട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. BJP പുതിയ അധ്യക്ഷൻ വന്നതോടുകൂടി അത് വേണ്ട തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. ഏത് തരത്തിൽ ഹിന്ദു പ്രീണനം നടത്തി CPM മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്, അതിന് തടയിടാൻ വേണ്ടിയാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖറും രംഗത്തിറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് കേന്ദ്ര നേതൃത്വവും നന്നായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത്. അത് വിജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിരവധി മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തുകയും ഏതാണ്ട് 18 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും എത്തി. 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ 1-ാം സ്ഥാനത്തിൻ്റെ അടുക്കലേക്ക് നിൽക്കുന്ന തരത്തിലാണ്. ഇതൊക്കെ BJPക്ക് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അമിതമായ ഹിന്ദു പ്രീണനം നടത്തിയതിൻ്റെ തെളിവാണ് ഈ ചേർത്തലയിൽ നടന്ന, അതായത് നമ്മുടെ വെള്ളാപ്പള്ളിയെ ആദരിക്കൽ ചടങ്ങ്. അവിടെ വെള്ളാപ്പള്ളിയെ ആദരിച്ചതിലൂടെ അതൊരു വലിയൊരു മഹാനാടകമാണെന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. മലപ്പുറത്തെ പ്രത്യേക ഒരു വിഭാഗമാക്കി ചിത്രീകരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയും ആ പറഞ്ഞതൊന്നും തന്നെ പിൻവലിക്കില്ല എന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചതും വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിൽ പിണറായി വിജയൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് പാർട്ടി മുമ്പോട്ട് പോയി. പാർട്ടി ചിലർക്കൊക്കെ അതിനകത്ത് മുറുമുറുപ്പുണ്ടെങ്കിലും പിണറായി എടുത്ത തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. പിണറായി ആ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ വാനോളം വാഴ്ത്തി. ഇനി ഇതുപോലെ ഒരാൾ SNDPയുടെ അമരക്കാരനായിട്ട് വരില്ല, അത്തരത്തിൽ ഗംഭീരമാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ ഹൈന്ദവ വോട്ടുകൾ പോയതെല്ലാം തിരിച്ചു വരും എന്ന് തോന്നുന്നുണ്ടോ? എവിടെയാണ് പിണറായി വിജയൻ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? കൃത്യമായ വർഗീയ രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത്. ഇപ്പോൾ വലിയ മുസ്ലിം വിരുദ്ധതയാളല്ലേ കാണിക്കുന്നത്? ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്, ആദ്യ ഭരണത്തിൽ എന്തോ മുസ്ലിം പ്രീണനമായിരുന്നു. പൗരത്വ ബില്ല് വന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി കള്ളക്കണ്ണീരൊഴുക്കുകയാണല്ലോ ചെയ്തത്. ഈ പൗരത്വ ബില്ല് നടപ്പിലാക്കില്ല ഇവിടെ. ഇത് പറയുന്നാൻ പിണറായി വിജയൻ ആര്? ഇത് കേരളമല്ല നടപ്പിലാക്കുന്നത്, കേന്ദ്രമാണ്. സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. അവർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ വിരലമർത്തിയാൽ വിജ്ഞാനം നമ്മുടെ കൈക്കുമ്പിളിലെത്തുന്ന കാലത്തിൽ കഴിയുമ്പോൾ ആർക്കാണ് ഏതാണ് വകുപ്പെന്നും കാര്യങ്ങളും ആർക്കാണിത് ചെയ്യാൻ അധികാരമുള്ളതെന്നും ഒക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് പിണറായി വിജയൻ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത്. അങ്ങനെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ആ മുസ്ലിം വിരുദ്ധത മുഴുവൻ കാണിച്ചുകൊണ്ട് ഹൈന്ദവരെ മുഴുവൻ ഇങ്ങ് ചേർത്ത് നിർത്തുക. കാരണം UDF മുസ്ലിം പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനോടൊപ്പമാണ്, UDF-നകത്ത് നിൽക്കുകയാണ്. കോൺഗ്രസിനെ ഭരിക്കുന്നത് തന്നെ മുസ്ലിം ലീഗാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് പണ്ട് കാലം മുതൽ തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള NSSഉം ക്രൈസ്തവ വിഭാഗവും അത് അകലുന്നത്. ഇപ്പോൾ നായർ വിഭാഗത്തിലുള്ളവരൊക്കെ വോട്ട് ചെയ്യുന്നത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ അത് പെരുന്നയിലെ പോപ്പ് പറയുന്നതനുസരിച്ചൊന്നുമല്ല. അത് പുതിയ ഒരു കാലത്തിനനുസരിച്ച് വികസന രാഷ്ട്രീയമാണ് നോക്കുന്നത്. കേരളത്തിൽ എന്തെല്ലാം വികസനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്ര വികസന പദ്ധതികൾ പോലും പലതും പേര് മാറ്റി കേരളത്തിൻ്റേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വികസന പദ്ധതികളുടെയും പേരങ്ങനെ മാറ്റി ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ജനത്തിനറിയാം ഇത് കേന്ദ്ര വികസന പദ്ധതികളാണ്, അവിടേക്കാണ് വോട്ട് ഒഴുകുന്നത്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം നിരവധി വികസന പദ്ധതികളാണ് മുമ്പോട്ട് വെച്ചത്. തിരുവനന്തപുരത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റും എന്നുള്ള രീതിയിലാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം രാജീവ് ചന്ദ്രശേഖരനായിരുന്നു മുൻതൂക്കം കിട്ടിയത്. അങ്ങനെ കേരളത്തിൽ BJPക്ക് വേരോട്ടം ലഭിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ രാജീവ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ പിണറായിയുടെ ഈ വർഗീയ രാഷ്ട്രീയ കളി രാജീവ് വെട്ടും എന്നുള്ളത് ഉറപ്പാണ്. കൃത്യമായ വർഗീയ രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിലെ പോലെ CPM അനുകൂലമാക്കി മാറ്റാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ആ അനുകൂല സാഹചര്യമെല്ലാം മാറി എന്ന് പിണറായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ നമുക്കറിയാം അവിടെ പിണറായി വിജയൻ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി. ആ തിരിച്ചടി ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്ന് പ്രതിഫലിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും. കോൺഗ്രസ് ഇവിടെ വേണ്ട തരത്തിൽ അവസരോചിതമായി ഉണർന്നു കഴിഞ്ഞാൽ UDF-ന് വിജയമുണ്ടാവുകയും ചെയ്യും. എന്തായാലും നിലമ്പൂരിൽ മുസ്ലിം വിഭാഗമാണ് കൂടുതലുള്ളത്, 20% ക്രൈസ്തവ വിഭാഗവുമാണ്. ഹിന്ദു വോട്ട് അവിടെ വളരെ കുറവാണ്. എന്തായാലും ഈ ഹിന്ദു പ്രീണനമൊന്നും ഇപ്പോൾ അവിടെ ഏൽക്കുന്നില്ല, അതവിടെ പ്രായോഗികവുമല്ല. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് പിണറായി ആഗ്രഹിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലെ ഈ ഹിന്ദു പ്രീണനം എത്രത്തോളം ഏൽക്കും എന്ന് നോക്കും. അതിനനുസരിച്ച് പിണറായി പിന്നീട് കാര്യങ്ങൾ മാറ്റും, ചുവട് മാറ്റിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ നോക്കും. അവിടെയും വോട്ട് ചോർച്ച ഉണ്ടാകും എന്നുള്ളത് CPM മനസ്സിലാക്കുന്നു. കാരണം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, CPM മേഖലകളിലേക്ക് BJP കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത്. സംസ്ഥാന സെക്രട്ടറി അങ്ങോട്ട് ഇത് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയെടുക്കണം. ഇത് വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് പറയുന്നത് എന്ന്. അത് അതിൻ്റേതായ ആ പ്രാധാന്യത്തോടുകൂടി എടുത്തു കഴിഞ്ഞാൽ അത് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും BJPക്ക് മുന്നേറ്റം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BJP മുന്നേറ്റം കുറിക്കുന്ന ഇടങ്ങളിലേക്കാണ് ഈ ഹിന്ദു പ്രീണനം നടത്തി വോട്ട് മറിക്കാൻ പിണറായി ശ്രമിക്കുന്നത്. അതെന്തായാലും ഏശാൻ പോകുന്നില്ല. കൃത്യമായ വർഗീയ രാഷ്ട്രീയം ഇനിയും അത് ഏശില്ല എന്നുള്ളതും തെളിഞ്ഞിരിക്കുകയാണ്.